നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,502 ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 2-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിനമാസം 27-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 19-ാം തീയതിയാണ്. ഇന്ന് പക്ഷം കൃഷ്ണപക്ഷമാണ്. തിഥി ത്രയോദശി തിഥിയാണ്. 1:51 വരെയുള്ള ഉച്ചയ്ക്ക് 1:51 വരെയുള്ള സമയത്താണ് ചതുർദശി. നക്ഷത്രം വരുന്നത് ഉത്രം നക്ഷത്രമാണ്. വൈകിട്ട് 5:49 വരെയുള്ള സമയത്ത് ഉത്രം നക്ഷത്രവും തുടർന്ന് അത്തം നക്ഷത്രവുമാണ്. കരണം പശുകരണമാണ്. ഉച്ചയ്ക്ക് 1:51 വരെയാണ് പശുകരണം. നിത്യയോഗം വരുന്നത് മാഹേന്ദ്രനാമ നിത്യയോഗമാണ്. രാത്രി 2:04 വരെയുള്ള സമയത്ത് മാഹേന്ദ്രനാമ നിത്യയോഗം വരുന്നു. ഞാറ്റുവേല അത്തം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായനമാണ്. ഇന്ന് ദിവസം ഞായർ. സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:46 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:01:53 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്തോറും ഉണ്ടാവുന്നതാണ്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 46 മിനിറ്റ് 7 പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് വൈകിട്ട് 4:33 മുതൽക്ക് 6:01 വരെയുള്ള സമയത്തും ഗുളികകാലം സംഭവിക്കുന്നതും ഉച്ചയ്ക്ക് 3:05 തുടങ്ങി 4:33 വരേക്കും. യമകണ്ഠകകാലം ഉച്ചയ്ക്ക് 12:08 മുതൽക്ക് 1:07 വരെയുള്ള സമയത്തുമാണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജിക്കേണ്ട കാലമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 മുതൽക്ക് 12:06 വരെയാണ്. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യസമ്മതമുള്ളതാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതി, മുക്കാലം ഇതാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ലാത്ത ദിവസമാണ്. അവർ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമാണ്. വിവാഹം, അതുപോലെ ദേവപ്രതിഷ്ഠാദികൾ, ഉപനയനം, ഗൃഹാരംഭം, അതുപോലെ ഗൃഹപ്രവേശം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള സ്ഥിരകർമ്മങ്ങൾക്കും അനുകൂലമാണ്. തിഥി വരുന്നത് കൃഷ്ണ ത്രയോദശിയാണ്. അതിനും യാത്രാ, പ്രവേശം, അതുപോലെ വസ്ത്രം, യുദ്ധം, ഭൂഷണാദികൾ ധരിക്കുക, വ്രതം ഇതൊക്കെയും അനുകൂലമാണ്. ഇത് പക്ഷേ ഇന്ന് കൃഷ്ണ ത്രയോദശിയായകയാൽ ഇതിനൊക്കെ വർജ്യമായിട്ടുള്ള ദിവസമാണ്. പൊതുവെ ഇന്നത്തെ ദിവസം അത്ര ശുഭമായിട്ടുള്ള ദിവസമല്ല. നമസ്കാരം.